ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി അച്യുതൻ ഇങ്ങനെ പേടിപ്പിടിക്കുന്നൊരു സ്വപ്നം കാണാണ്. നാളത്തെ ഫംഗ്ഷനിൽ സത്യദാസ് വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭൂമിജ യഥാർത്ഥ അച്ഛൻ താനാണെന്ന് വിളിച്ചു പറയുന്നതും സങ്കടം സഹിക്കാനാവാതെ സത്യദാസ് അച്യുതനെ തല്ലുന്നതൊക്കെയായിരുന്നു സ്വപ്നം. ഇത് കണ്ട് ഞെട്ടിയുണർന്ന അച്യുതന് പിന്നെ ഒട്ടും തന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴേക്കും എല്ലാം തുറന്നു പറയണല്ലോ. അതോടെ സ്വന്തം ജീവനായ ഭൂമി തന്നെ എന്നേക്കുമായി വിട്ടുപോകുമല്ലോ എന്നോർത്ത് അയാൾ ആകെ തളർന്നിരിക്കുകയാണ്. ആ അച്ഛൻ്റെ സങ്കടം ശരിക്കും അങ്ങ് വല്ലാത്തൊരു വികാരമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നീട് കാണിക്കുന്നത് ഭവാനി അവിടെ പകയുടെ തീ ഇപ്പോഴും ആളിക്കത്തുകയായിരുന്നു അവളുടെ മനസ്സിൽ. അതിരാവിലെ തന്നെ ഭവാനി രഹസ്യമായി കമാലിനെ പോയി കാണുന്നുണ്ട്. കമാലിനോട് ഭവാനി ഭയങ്കരമായിട്ട് തന്നെ ചൂടാവുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ അച്യുതൻ സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയും. അതിനു മുൻപ് ആ 2 പേരെയും അങ്ങ് തീർത്ത് കളയണം എന്നാണ് ഭവാനി പറയുന്നത്. എന്നാൽ ആ വീട്ടിൽ വലിയ ആഘോഷം നടന്നത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അങ്ങ് കയറി ചെല്ലാൻ പറ്റില്ല എന്ന് കമാല് പറഞ്ഞു. പക്ഷേ ഭവാനി അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. ഇന്ന് തന്നെ അവനെ തീർക്കണമെന്ന് പറഞ്ഞ് കമാലിനെ വല്ലാതെ അപമാനിച്ചങ്ങ് വിടുകയാണ് ഭവാനി. 22 വർഷമായി മനസ്സിൽ കൊണ്ടു നടന്ന ആ ഒരു പ്രതികാരം ഇന്ന് തന്നെ തീർക്കണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് അവളുള്ളത്. ഈ സമയത്ത് ഭൂമിജയുടെ വീട്ടിലാണെങ്കിൽ വലിയ ആഘോഷം നടക്കുകയാണ്. പന്തലൊക്കെ ഇട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. കോഫി ഷോപ്പിലെ മാത്യു സാറും പരിചയക്കാരായ ഉമ്മയും എല്ലാവരും തന്നെ വന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. എല്ലാവരും ഭൂമിജയെ ഭയങ്കരമായിട്ട് അങ്ങ് പുകഴ്ത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ അച്യുതനും അംബികക്കും സങ്കടം കൂടി വരിക ചെയ്യുന്നത്. ഇതിനിടയിൽ അങ്ങോട്ടേക്ക് അജയ് വരുന്നുണ്ട്. അജയ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ കണ്ട് സംസാരിക്കുകയാണ്. 1 മണിക്ക് വേറൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ താൻ നേരത്തെ തന്നെ വന്നതാണ് എന്ന് അജയ് ഭൂമിജയോട് പറഞ്ഞു. അജയും ഭൂമിജയും ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ അംബികക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അച്യുതനോട് അംബിക പറയുന്നുണ്ട്, കേട്ടില്ലേ, കണ്ടില്ലേ, അവർ 2 പേരും നല്ല മാച്ചാണല്ലോ എന്ന് പറയുന്ന സമയത്തിന് അംബിക പറയും, എൻ്റെ മോൾ നല്ല സുന്ദരി കുട്ടിയല്ലേ, അവൾ ആരുടെ കൂടെ നിന്നാലും നല്ല മാച്ചാണ് എന്നൊക്കെ പറയും. അങ്ങനെ അവർ 2 പേരും സംസാരിക്കുന്നതെല്ലാം കണ്ടിട്ടാണെങ്കിൽ പോലും അംബികക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. അങ്ങനെ അച്യുതൻ അംബികയെ കൂട്ടിക്കൊണ്ടതിനെ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അംബികയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് അച്യുതൻ. ഇനി കുറച്ചുകൂടി മണിക്കൂറുകൾ കൂടിയുള്ളേ നമ്മുടെ മോള് നമ്മൾക്കൊപ്പം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഓർത്ത് ആ അച്ഛനും അമ്മയും നെഞ്ചു പൊട്ടിക്കരയുന്ന വല്ലാത്തൊരു കാഴ്ചയാണ് കാണുന്നത്. അവരിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഭൂമിജ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അൽഫോൺസ ചാരിറ്റബിൾ ട്രസ്റ്റ് സൊസൈറ്റിയിൽ നിന്നും വിളിച്ചിരുന്നുവെന്നും അച്ഛൻ്റെ ഇനിയുള്ള ചികിത്സ മുഴുവൻ അവർ ഏറ്റെടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് ഭൂമി വളരെ സന്തോഷത്തോടു കൂടെ തന്നെ അവരോട് പറഞ്ഞു. ആ സന്തോഷ വാർത്ത പറഞ്ഞിട്ട് അവിടെ വരെ പോയിട്ട് വേഗം വരാമെന്നൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മക്കും ഓരോ ഉമ്മയൊക്കെ കൊടുത്ത് അവൾ വേഗം അവിടെ നിന്നും ഇറങ്ങുകയാണ്. അങ്ങനെ തങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഓടി നടക്കുന്ന മകളെ അവസാനമായി കാണുന്നത് പോലെ അച്യുതനും അംബികയും അവളെങ്ങനെ നിറകണ്ണുകളോടെ നോക്കി നിന്നു. ഇനി സൗഭാഗ്യപുരത്തിൽ നടക്കുന്നത് അവിടെ മുത്തശ്ശി ഭവാനിയുടെ സംസാരം ഇങ്ങനെ ഫോൺ വിളിയൊക്കെ കേട്ടിട്ട് ചെറിയൊരു സംശയം അടിക്കുന്നുണ്ട് മുത്തശ്ശിക്ക്. ഭൂമിയുടെ വീട്ടിലെ ഫംഗ്ഷന് പോകുമ്പോൾ മുത്തശ്ശിക്ക് നല്ല താല്പര്യമാണ്. ഭൂമി വെറും ഒരു സാധാരണ പെൺകുട്ടിയാണെങ്കിലും അവളെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് മുത്തശ്ശി സംഗീതയോടും ഭവാനിയോടും ഒക്കെ തുറന്നു പറഞ്ഞു. അഞ്ജനയോട് ഒരുങ്ങാൻ പറഞ്ഞാൽ ഭവാനി മുകളിലേക്ക് പോകുമ്പോൾ അവിടെ അഞ്ജന ആകെ കലിപ്പിലായിരുന്നു. അജയ്ക്ക് ഭൂമിജയുടെ വീട്ടിലേക്ക് പോയതിന്റെ ദേഷ്യത്തിൽ അവൾ ഇന്നത്തെ ഫംഗ്ഷൻ എന്തായാലും അവിടെ വെച്ച് നടക്കാൻ പാടില്ല, അതിനുള്ള പ്ലാന് താൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഭവാനി അഞ്ജനയ്ക്ക് ഉറപ്പ് കൊടുത്തു. അങ്ങനെ ഇതിനിടയിൽ അജയ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഭവാനി അവനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു. ഭൂമിജയുടെ വീട്ടിൽ എപ്പോഴും പോകുന്നതിനെ പറ്റിയിട്ട് ഭവാനി ചോദ്യം ചെയ്തു. അഞ്ജനെ കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ പേരിൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ കാര്യമൊക്കെ പറഞ്ഞ് അജയിനെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഭവാനി. എന്നാൽ അജയ് ഇത് തീർത്തും അങ്ങ് തള്ളിക്കളിയാണ്. താൻ അവളെ എന്നല്ല ഇനി ഒരു പെൺകുട്ടിയും കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല. തൻ്റെ മനസ്സിൽ ഇപ്പോഴും നയന മാത്രമുള്ളതാണെന്നും അജയ് വളരെ വ്യക്തമായി തന്നെ ഭവാനിയോട് പറഞ്ഞു. ഇത് കേട്ട് ഭവാനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നേരെ മുറിയിലേക്ക് പോകുന്ന അജയ് നയനയെ തനിക്ക് വേണ്ടി സ്വന്തമായി പിന്നെ കവിത എഴുതി ബുക്ക് സമ്മാനിച്ച ആ കാര്യങ്ങളൊക്കെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ ആ ഒരു ഓർമ്മകളിൽ ഇങ്ങനെ മുഴുകി നിൽക്കുമായിരിക്കും അജയ്. പിന്നീട് അങ്ങനെ നമ്മളെല്ലാവരും മുൾമുന്നിൽ നിർത്തുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. സമയം ഉച്ചയോടുകൂടെ അടുക്കുന്നു. ഭൂമിജിയുടെ വീട്ടിൽ പണികളൊക്കെ ഇങ്ങനെ തകൃതിയായി പോയി. പണിക്കാരൊക്കെ അവിടെ നിന്നും പോയിട്ടുണ്ടാവും. അവിടെ വർക്കുകളും അലങ്കാര പണികളെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ പണിക്കാരൊക്കെ പോയി. ഭൂമിജയും വീട്ടിലില്ല. അച്യുതനും അംബികയും മാത്രം തനിച്ചുള്ള ആ ഒരു വീട്ടിലാണ്. ഈ സമയത്താണ് കമാല് കൃത്യസമയം നോക്കിക്കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വലിയൊരു കത്തിയുമായി വീടിന്റെ പിൻവാതിലിലൂടെ അകത്തേക്ക് കയറി വരുന്നത്. അച്യുതനും അംബികയുമാണെങ്കിൽ ഇതൊന്നും തന്നെ അറിയാതെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരണത്തിന്റെ കാലൊച്ച തങ്ങളുടെ തൊട്ടടുത്തെത്തിയപ്പോൾ അവർ അതൊന്നും തന്നെ അറിഞ്ഞില്ല.
കമാൽ ആ വലിയ കത്തിയുമായി അവരുടെ മുറി ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. ആ ഒരു ആകാംക്ഷഭരിതമായ സീനാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ അവസാനമായിട്ട് കാണിക്കുന്നത്. ഇനി നാളത്തെ എപ്പിസോഡിൽ നല്ല കിടിലൻ രംഗങ്ങൾ തന്നെയായിരിക്കും. കമാൽ ഇനി അവിടെ അപായപ്പെടുത്താനായിരിക്കും വന്നിരുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് സത്യങ്ങളെല്ലാം തന്നെ അറിയുമോ?